നമസ്കാരം, ധൂമിലേക്ക് സ്വാഗതം. ഗായിക അന്ന കാത്രിൻ വാലയിലാണ് ഇന്ന് ധൂമിൽ അതിഥിയായി എത്തുന്നത്. ഹണി ബി എന്ന അന്നയുടെ മ്യൂസിക് ആൽബത്തിൻ്റെ ഉദ്ഘാടനം ഇന്നലെ നടൻ ദുൽഖർ സൽമാനും ഭാര്യയും ചേർന്നാണ് നിർവഹിച്ചത്. ഹണി ബിയുടെ വരികൾ എഴുതിയതും സംഗീതം നൽകിയതും ആലപിച്ചിരിക്കുന്നതും അന്ന കാത്രിൻ തന്നെയാണ്. അന്ന, ധൂമിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച് മിനി. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ അന്ന. താങ്ക് യു. എന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ പോയിട്ട് വിമാനമൊക്കെ പറത്താൻ പഠിച്ച ഒരാളാണ് മുന്നിലിരിക്കുന്നത്. മീഡിയ പ്രൊഡക്ഷനിൽ ബിരുദമൊക്കെ എടുത്തിട്ട് വന്ന ഒരാളാണ്. എങ്ങനെയാണ് സംഗീതത്തിൻ്റെ ലോകത്തെത്തുന്നത്? ഞാൻ മീഡിയ പ്രൊഡക്ഷൻ ആക്ച്വലി പഠിച്ചത് ഇൻ കേസ് ബിക്കോസ് എനിക്ക് മ്യൂസിക് വീഡിയോസ്, പുറത്തെ കൾച്ചർ എന്ന് പറയുന്നത് ഞാൻ കൂടുതലും എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് കൾച്ചർ. ലോകത്തിലെ ഏത് സ്ഥലത്ത് ചെന്നാലും മ്യൂസിക് ഡിഫൈൻസ് എ സർട്ടൻ കൾച്ചർ. സോ മ്യൂസിക്കിന് ഒരു ആത്മാവേ ഉള്ളൂ അല്ലേ? ഒരു ആത്മാവേ ഉള്ളൂ. ബട്ട് പല ആൾക്കാർ സെയിം കാര്യം എക്സ്പ്രസ് ചെയ്യുന്ന പല 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 ശൈലികളിലാണ്. സോ ദാറ്റ് ഡിഫൈൻസ് ഇറ്റ്സ് കൾച്ചർ. അപ്പോൾ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ കൂടുതൽ മീഡിയയിലോട്ട് ഞാൻ പഠിക്കാൻ ചെന്നത്. ഇനി ഭാവിയിൽ എന്നെ സഹായിക്കുമോ? ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിങ് മ്യൂസിക് ഇവൻ ആൻഡ് സ്റ്റഡീഡ് എവറിത്തിങ് എൽസ് അതർ ദാൻ മ്യൂസിക്. അങ്ങനെ ഞാൻ PG ഞാൻ ചെയ്യാൻ പോയത്. അത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഫ്ലൈങ് ഹാസ് ഓൾവേസ് ബീൻ എ പാഷൻ. It has intrigued me greatly. പിന്നെ താങ്ക്സ് ടു മൈ പേരൻസ്, അവർ സാമ്പത്തികമായി എന്നെ ഒത്തിരി സഹായിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോഴും പറന്ന് നടക്കാണ് സംഗീത ലോകത്ത്. യെസ്. ഹണിബിയെ കുറിച്ച് പറയാം നമുക്ക്. തീർച്ചയായിട്ടും വലിയൊരു ചടങ്ങിലായിരുന്നു ഹണിബി നടന്നത്. അതെ 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 അതെ. ദുൽഖർ വന്നിരുന്നു, ദുൽഖർ സർ വന്നിരുന്നു, ഗോപി സുന്ദർ സർ വന്നിരുന്നു, പ്രതാപ് പോത്തച്ചൻ എൻ്റെ കാർന്നവനാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് ഞാൻ എൻ്റെ ഈ പാട്ട് റിലീസ് ചെയ്തത്. ഹണിബി ആക്ച്വലി ഒരു ആൽബം അല്ല. കാരണം അങ്ങനെ ആൽബം റിലീസ് ചെയ്ത് ഞാൻ ഇതുവരെ കുറച്ച് കാലമായിട്ട് ഞാൻ CD വാങ്ങിക്കാറില്ല. ഞാൻ പൈറേറ്റഡ് CDs എടുക്കാറില്ല. അപ്പോൾ ഇൻ ഹാവിങ് സെഡ് ദാറ്റ് ഞാൻ CD വാങ്ങിക്കാറില്ല. ബട്ട് ഐ വാച്ച് എ ലോട്ട് ഓഫ് മ്യൂസിക് ത്രൂ യൂട്യൂബ്. ഗോപിസുന്ദർ സാറിൻ്റെ ആണെങ്കിലും ട്രെയിലേഴ്സ്, ഇപ്പോൾ സിനിമയുടെ ട്രെയിലേഴ്സ് ആണെങ്കിലും TV യിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ഞാൻ എൻ്റെ ഫോണിൽ യൂട്യൂബിലൂടെയാണ് മലയാളം പടത്തിൻ്റെ ഒട്ടുമിക്ക ബാഹുബലിയുടെ ട്രെയിലറൊക്കെ കാണാനായിട്ട് ഞാൻ കൂടുതലും ഐ ആക്സസ്ഡ് വേൾഡ് ഓവർ ത്രൂ യൂട്യൂബ്. സോ ഇൻ്റർനെറ്റിനെ ബേസ് ചെയ്താണ് ഞാൻ സത്യം ഇൻ്റർനെറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ടെലിവിഷൻ മീഡിയ, ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ കഴിഞ്ഞതിന് ശേഷം ഒരു പാട്ട് ചെയ്താൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഇത് രണ്ടുമാണ്. സോ ഐ തോട്ട് ഓഫ് റിലീസിങ് എ സിംഗിൾ. സോ ഹണി ബി ആക്ച്വലി എൻ്റെ ഒരു പാട്ടിൻ്റെ പേരാണ്, എൻ്റെ ആൽബത്തിൻ്റെ പേരല്ല. എനിക്കൊരു ആൽബം ഇല്ല ആക്ച്വലി. സോ അങ്ങനെ അറിയപ്പെടാനാണ്. എനിക്ക് ആ ഒരു കൾച്ചറാണ് കുറച്ചും കൂടി സൗകര്യം. കാരണം 7-8 പാട്ട് ഒരു CD യിലാക്കിയിട്ട് ഒരു പാട്ട് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ബാക്കി ആ പാട്ട് നന്നായാൽ ബാക്കി ജനം സ്വീകരിച്ച ബാക്കി 7-5 പാട്ട് അതിലുള്ളത് ആൾക്കാർ ശ്രദ്ധിക്കും. അതിനേക്കാട്ടിലും നല്ല പാട്ടുകളുണ്ടാകാം. പക്ഷേ ഇത് ഒറ്റൊരെണ്ണം ഇറക്കുവാണെങ്കിൽ അത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു നല്ല വീഡിയോ ഒക്കെ ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുട്ടിയെ വളർത്തുന്ന പോലെയല്ലേ. ഒരു കുട്ടി ആദ്യം ദൈവം നമുക്ക് തരുമ്പോൾ വൃത്തിയായിട്ട് വളർത്തിയെടുക്കുമ്പോൾ നമുക്കറിയാം രണ്ടാമത്തെ കുട്ടീനെയും എങ്ങനെയൊക്കെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന്. സെയിം തിങ്, ഐ അപ്ലൈഡ് ദ സെയിം പ്രാക്ടീസ് ഓൺ ടു ഇറ്റ്. സോ ദോ ഐ ഡിഡ് 7 to 8 സോങ്സ്. ഞാൻ 7-8 പാട്ട് ഞാൻ ആദ്യം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേക്കും ഞാൻ കോട്ടയത്തെ വീട്ടിൽ വെച്ച് ഞാൻ കമ്പോസ് ചെയ്തു. പണ്ട് കമ്പോസ് ചെയ്ത പാട്ടൊക്കെ എടുത്ത് ഞാൻ പ്രൊഡക്ഷൻ ഹൗസിൽ കൊണ്ടുപോയി ഞാൻ റെക്കോർഡിങ് ഒക്കെ ചെയ്ത് പ്രോഗ്രാമൊക്കെ ചെയ്തെല്ലാം മാസ്റ്റർ ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും ഞാൻ രണ്ടാമത് ഗർഭിണിയായി. ആ സമയത്ത് പിന്നെ ഞാൻ ഓർത്തു, വൈ നോട്ട്, ഐ എം മാരിഡ് ആൻഡ് ഐ ലവ് ടു ഹാവ് ചിൽഡ്രൻ ഇൻ മൈ ഫാമിലി. ഒത്തിരി പിള്ളേർ വേണമെന്നാണ് എൻ്റെ രഞ്ജീഷിൻ്റെ ആഗ്രഹം. ആ സമയത്ത് ഞാൻ ഓർത്തു, ഓക്കെ ഫൈൻ, ഇറ്റ് ഷുഡൻറ്റ് സ്റ്റോപ്പ് മീ ഫ്രം ഡൂയിങ് വാട്ട് ഐ സ്റ്റാർട്ടഡ്. ഗർഭിണിയായി പോയെന്ന് വെച്ച് അങ്ങനെ. അപ്പം അത്രയും എഴുതിയ പാട്ടുകളിൽ എനിക്കിപ്പോൾ ഈ സാഹചര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഹണി ബി എന്ന് പറഞ്ഞ പാട്ട്. അതിൻ്റെ ഇൻസ്പിറേഷൻ എൻ്റെ മകളാണ് റീഷ. ഹണി ബി പോലെ ഇങ്ങനെ പുള്ളിക്കാരി ഭയങ്കര ഈ വണ്ട് പറന്ന് നടക്കുന്ന മാതിരി വെരി ബിസി ബോഡി, എല്ലായിടത്തും പോയി ഇങ്ങനെ തപ്പിത്തെരഞ്ഞ് എന്തെങ്കിലുമൊക്കെ സംതിങ് ഇൻട്രീക്കിങ് ആൻഡ് ഷീ ഫൈൻഡ്സ് എവറിത്തിങ് സ്വീറ്റ്. എല്ലാം ചിരിച്ചേ പുള്ളിക്കാരി സ്വീകരിക്കത്തുള്ളൂ. സോ ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാനും സന്തോഷ് ചന്ദ്ര എന്ന് പറഞ്ഞ ഗിറ്റാറിസ്റ്റും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ജാം ചെയ്ത് കമ്പോസ് ചെയ്ത് ഹണി ബി ഒരു വീഡിയോ ഒക്കെ ആക്കി ഞങ്ങൾ
ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ അന്ന പറഞ്ഞ പോലെ അത്രയും നമ്മൾ ആ കാത്തിരുന്ന് ആറ്റുനോറ്റുണ്ടാവുന്ന തീർച്ചയായിട്ടും അതൊരു ഇറ്റ്സ് എ ലേബർ ആക്ച്വലി. എത്ര സമയം എടുത്തു ഇതൊന്ന് കൺസീവ് ചെയ്യാൻ പിന്നെ അതൊന്ന് പുറത്തു വരാനൊക്കെ ആയിട്ട്? അൺഇമാജിനബിളി ജസ്റ്റ് 15 minutes. അതെൻ്റെ മ്യൂസിഷ്യൻ്റെ ഗുണമാണ്. അദ്ദേഹമായിട്ട് ഇരുന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ലോകത്തെമ്പാടും ഗിറ്റാർ വായിക്കുന്നതുണ്ട്. ഈ 20-ാം തീയതിക്ക് ശേഷം സന്തൂർ സാറ് ഹംഗറിക്ക് യാത്ര ചെയ്യുവാണ് പുള്ളിക്കാരൻ്റെ ബാൻഡുമായിട്ട് മ്യൂസിക് ഫെസ്റ്റിവൽ പ്ലേ ചെയ്യാനായിട്ട്. അപ്പം ഹീസ് എക്സ്പോസ് ടു വേൾഡ് മ്യൂസിക് ആൻഡ് ഐ ഹാവ് ബീൻ എക്സ്പോസ് ടു കൈൻഡ് ഓഫ് എ വേൾഡ് കൾച്ചർ. സോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നപ്പോഴത്തേക്കും വൈ നോട്ട് ഒരു ജാസ് നമ്പർ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചു. അത് പറഞ്ഞപ്പോഴാണ് അന്നയുടെ ഒരു ചെറുപ്പമൊക്കെ പുറത്തായിരുന്നു. ഞാൻ എൻ്റെ 5ാം ക്ലാസ് വരെ ആഫ്രിക്കയിലായിരുന്നു, നൈജീരിയയിലായിരുന്നു. മൈ ഫാദർ വാസ് വർക്കിംഗ് അബ്രോഡ്. അപ്പം എൻ്റെ വലിയ ഉസ്താദാണ് ബോബ് മാർലി. കാരണം അവിടുത്തെ പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ബ്ലാക്ക് മ്യൂസിക് ഹാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് മൈ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട്. മാർലി ചൈൻ എൻ്റെ വളരെ ഏറ്റവും ഫേവറേറ്റ് ആൻഡ് അദ്ദേഹം ഗിറ്റാർ വായിക്കും, തന്നെത്താനെ ലിറിക്സ് എഴുതും ആൻഡ് ഹീ കമ്പോസസ് ഓൺ സ്റ്റഫ്. സോ ആ ഒരു ലീഗിൽ ചിന്തിച്ച് വന്ന കാരണം എൻ്റെ വിചാരം പാട്ടൊക്കെ പാടുവാണെങ്കിൽ നമ്മൾ ആ പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് ഇപ്പോഴത്തെ കമേഴ്ഷ്യൽ ഹിറ്റ്സ് ചെയ്യുന്ന ബിയോൺസെ വരെയാണെങ്കിലും ഷീ ഹാസ് നെവർ സെറ്റ് ഡൗൺ, എഴുതി പുള്ളിക്കാരി ചിട്ടപ്പെടുത്തി അങ്ങനെ ഒരു പേഴ്സണൽ ഷക്കീറ ഡസ് ദാറ്റ്. ഇന്നത്തെ നമ്മുടെ ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ ഇപ്പം ഞാൻ ശ്രദ്ധിക്കുന്ന 2-3 ലേഡി മ്യൂസീഷ്യൻസ് ഉണ്ട്. നേഹ നായരും ഗൗരി ലക്ഷ്മി, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ. ദർ ആർ ഓൾ ബ്രില്യൻറ്റ് മ്യൂസീഷ്യൻസ്. അവർക്കൊക്കെ പാട്ട് എഴുതാനും കമ്പോസ് ചെയ്യാനും ഒരു ചില മ്യൂസിക്കൽ പ്രോഗ്രഷൻസ് കൺസീവ് ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട്. സോ അതൊക്കെ ഉണ്ടപ്പോഴത്തേക്കും നമ്മളേക്ക് ഓക്കെ ഫൈൻ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴാണല്ലോ പേടി, ഇതൊക്കെ ഇവർ ചെയ്യുന്ന. സോ ഐ ഫെൽറ്റ് അറ്റ് ഈസ്. മലയാളത്തിൽ ഓൾറെഡി പെമ്പിള്ളേർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും വൈ നോട്ട്. ഇതിലേതായിരുന്നു എളുപ്പം? എഴുത്തായിരുന്നോ അതോ പാടലായിരുന്നോ സംഗീത സംവിധാനം നിർവഹിക്കലായിരുന്നു? ആക്ച്വലി നമ്മൾ സിനിമയിലൊക്കെ ഇരിക്കുമ്പോഴാണ് കമ്പോസ് ചെയ്യും ആദ്യം, പിന്നെ വരികൾ വരും. ശരിക്കും നമ്മൾ ഇരുന്ന് ജാം ചെയ്യുമ്പോഴത്തേക്കും ഒരു മൂഡാണ് വരുന്നത്. അപ്പം പാട്ടും ട്യൂണും അതിൻ്റെ ലിറിക്സൊക്കെ ചില സമയത്ത് ഒരേ സമയത്ത് വരും. ഞാനൊരിക്കലും ഡെലിബറേറ്റായിട്ട് വരി എഴുതിയിട്ടോ അല്ലെങ്കിൽ ഒരു ട്യൂൺ കമ്പോസ് ചെയ്തിട്ട് സ്ട്രക്ചർ ചെയ്യാൻ നോക്കിയിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുമല്ലോ. ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരും. ഭക്ഷണം പോലെ തന്നെ ആസ്വാദ്യമായ മ്യൂസിക്കും അങ്ങനെ പറയേണ്ടി വരും. വിശന്നിരിക്കുന്ന ഒരു സമയത്ത് രാത്രിയായില്ലേ? അതെ അതെ. അന്നെ നമ്മൾ മലയാളികൾക്ക് കൂടുതൽ അറിയുന്നത് അപ്പങ്ങളെമ്പാടും അങ്ങനെയാണ് വരുന്നത്. അതെ. ഗോപി സുന്ദർ എങ്ങനെയായിരുന്നു? എന്തായാലും ഇത്രയും പറഞ്ഞു വരുമ്പോ ഇന്നലെ ഗോപി സുന്ദർ അദ്ദേഹത്തിനെ കുറിച്ച് പറയാതെ നമുക്ക് ഈ ഒരു തീർച്ചയായിട്ടും എൻ്റെ മൈ കരിയർ ഇസ് നോട്ട് കംപ്ലീറ്റ് വിതൗട്ട് മെൻഷനിങ് ഹിസ് നെയിം. ഗോപി സുന്ദർ സാറാണ് എന്നെ പ്ലേബാക്ക് സിംഗറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൻഡസ്ട്രിയിലേക്ക്. ഗോപി സാറിൻ്റെ ഒപ്പം ഗിറ്റാർ വായിക്കുന്നതായിരുന്നു എൻ്റെ ഗുരു സുമേഷ് പരമേശ്വർ. അദ്ദേഹമാണ് എന്നെ ഗോപി സുന്ദർ സാറിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത്യാവശ്യം ഞാൻ ജിംഗിൾസൊക്കെ പാടി. ഐ എം നോട്ട് എ ട്രെയിൻഡ് സിംഗർ. സോ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു മെൻറ്ററിങ് ഒക്കെ തന്നിട്ടുള്ളത് ഗോപി സുന്ദർ സാറാണ്. സാറുമായിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ രണ്ട് മൂന്നല്ല കുറേയേറെ ജിംഗിൾസൊക്കെ പ്രാക്ടീസ് ചെയ്ത് പാടി ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷമാണ് സാറ് ഉസ്താദ് ഹോട്ടലിൽ നിന്ന് പ്രോജക്റ്റ് സാറിന് കിട്ടുന്നത്. അപ്പം ജാമൊക്കെ ചെയ്ത് അങ്ങനെ പുള്ളിക്കാരൻ ഏകദേശം എല്ലാ ദിവസവും ഞാൻ സ്റ്റുഡിയോയിൽ ഗോപി സുന്ദർ സാറിന് ഞാൻ എവറി ഡേ ഹി ഹാസ് സം വർക്ക് ദി അതർ. എപ്പോഴും എന്തെങ്കിലും പരസ്യം കാണും. ദിവസത്തിലൊരു മിനിമം ഹി ഡാസ് അബൌട്ട് 5 ads. അത്രയ്ക്ക് തിരക്കാം. സോ അവരുടെ ഇൻ ഹൗസ് വോക്കലിസ്റ്റ് ആയിട്ടായിരുന്നു ഞാൻ എന്നെ നിർത്തിയിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ തന്നെ ഇതുപോലെ ജാം ചെയ്ത് സാർ വരികളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ആദ്യം ഓർത്തു അപ്പങ്ങളെമ്പാടും തൻ്റെ ഗിറ്റാർ റിഫ്സൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്തു അതൊരു പരസ്യമായിരിക്കുമെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സാറേ ഇതെന്ത് പരസ്യം, ഇതെന്താ പരസ്യമാണോ? നോ. അപ്പോൾ ഇതേതാ? ആ ഒരു സിനിമയിലേക്ക് എന്നെ ട്രൈ ചെയ്യാൻ നോക്കുക ഞാൻ പാട്ട് പാടാനായിട്ട്. അപ്പോൾ ഞാൻ സാർ ഇതെന്ത് ലിറിക്സാ? അങ്ങനെ ചോദിച്ചു വന്ന് സാറ് പതുക്കെ ഓരോ ചെറിയ വെരി മൈന്യൂട്ട് ഡീറ്റെയിൽസ് മലബാറിലെ ഒരു വരികളായിരുന്നു. ഞാൻ പിന്നീടാണ് അത് മനസ്സിലാക്കിയിരുന്നത്. ആ പാട്ട് ഹിറ്റാക്കി കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് എന്നോട് പറഞ്ഞു മലബാറിലെ അവിടുത്തെ സോ ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് ആക്ച്വലി മുസ്ലിം സ്റ്റോറി. എൻ്റെ സ്പൈൻ എന്ന് പറയുന്നത് കരീമിക്കാട് ബിരിയാണിയാണ്. അപ്പം ആ ഒരു കൾച്ചറിൽ അത് ഡെവലപ്പ്. പക്ഷേ ഐ വാസ് വെരി അൺഅവെയർ ഓഫ് ഇറ്റ്. പിന്നെ ഞാൻ ആ പാട്ട് പഠിച്ച് പാടാൻ നോക്കി. പക്ഷേ
എൻ്റെ ഒരു രീതിയിൽ ഞാനത് പാടുമ്പം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു. സോ അങ്ങനെ ഫോക്ലോർ മലബാർ ഫോക്ലോറിലൊരു ഒരു ചെറിയ റിസർച്ചൊക്കെ ഞാൻ നടത്തി. നല്ല രസമാണ്, ഓരോ ദിവസം നമ്മൾ പഠിക്കുകയല്ലേ. അന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ലെഫ്റ്റ് റൈറ്റിലെ പാട്ട് ഓർമ്മ വരുന്നുണ്ട്. അത് എന്തായാലും അനിൽ സാറിൻ്റെ പടത്തിലെ ഗോപിസുന്ദറിലെ എന്നാ ചെഗുവാരെ. അതെ, ഓക്കെ. ഞാൻ ആദ്യം ഈ പാട്ട് കേട്ടപ്പോൾ ഇത് ആര് പാടി, ഇത് അത്ര പഠിച്ചെടുക്കാൻ പറ്റുന്നത്, പക്ഷെ വരികളൊക്കെ വല്ലാതൊരു മാസ്മരികതയുണ്ട്. ഇത് തീർച്ചയായിട്ടും അത് എസ്പാനിയോളിൽ ആണ് ആ പാട്ട് എഴുതിയത്. ഇറ്റ്സ് ഓൾറെഡി ബിൻ സങ് ബൈ മെനി ഫേമസ് മ്യൂസീഷ്യൻസ്. ചെഗുവേരെ പറ്റിയുള്ളൊരു ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഭയങ്കര സ്ട്രോങ് ലിറിക്സ് ആണ് അതിനുള്ളത്. ഞാനിതിനു മുമ്പ് ആ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പം മുരളി ഗോപിയാണ് സാറിനോട് പറഞ്ഞത് ചെഗുവേരെ പറ്റിയൊരു പാട്ടാണ്, എന്നോട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ടൊന്ന് പാടാം. ആദ്യം ഞാൻ പാടിയത് പ്രോപ്പർ എസ്പാനിയോൾ സ്ലാങ്ങിലായിരുന്നു. പിന്നീടാണ് മനസ്സിലാക്കിയത് ലെന അത് ഒരു ഗിറ്റാർ വായിച്ച് പാടും, അത്രയും തിക്കായിട്ടുള്ള എസ്പാനിയോൾ വേണ്ട, കുറച്ചും കൂടി മലയാളീകരിച്ച് പാടാൻ. അത് തന്നെ ശേഷം ക്വൈറ്റ് ആൻ എക്സ്പീരിയൻസ് അത് പാടാനായിട്ട്. Aprendimos a quererte desde la rigachura, donde son de tu bravura. Le puso con la muerte, aquí se queda la clara, la entrenada transparencia de tu bravura, presencia como Dante Che Guevara. ആ സിനിമയുടെ ഒരു ആത്മാവ് പോലുള്ള ഒരു പാട്ടാണത്. ശരിക്കും. എന്നാൽ ആ കുടുംബത്തിൻ്റെ ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണ്? ഇപ്പം ഒരു മോളുണ്ട്. ഭയങ്കര സപ്പോർട്ടീവ് ആട്ടോ. ആക്ച്വലി ഈ ഒരു പാട്ട് എൻ്റെ പേരിലാണ് പുറത്തുനിന്നെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവചിച്ചത് കൂടുതലും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഫാമിലിയുമാണ്. ഐ ഹാഡ് ടു സ്റ്റേ അവേ ഫ്രം കോട്ടയം. എറണാകുളത്ത് വന്ന് സ്റ്റുഡിയോ, അത് ഈ വർക്ക്, പിന്നെ എൻ്റെ അകത്തുള്ള കുഞ്ഞ്, പിന്നെ പുറത്തുള്ള കുഞ്ഞിൻ്റെ കാര്യം, അത് എനിക്ക് ചെറിയൊരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇത്തിരി ബിക്കോസ് ഇറ്റ്സ് സീരിയസ് വർക്ക്, നമുക്ക് ഇങ്ങനെ ചുമ്മാ തട്ടിക്കൂട്ടി ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയാണേലും അവർ ഭയങ്കരമായിട്ട് എന്നെ ബാക്ക് ചെയ്തു. എനിക്കൊരു കുഞ്ഞിനെ വളർത്തുന്ന ബുദ്ധിമുട്ടൊന്നും ഞാൻ വലുതായിട്ട് അറിഞ്ഞില്ല. എൻ്റെ ഫിസിക്കൽ സ്ട്രെയിൻ പോലും എനിക്ക് അത്രയും എനിക്ക് തോന്നിയില്ല, കാരണം എൻ്റെ ഫാമിലി അത്ര സപ്പോർട്ടീവായിരുന്നു. മൈ മദർ ഇൻ ലോ, എൻ്റെ കോട്ടയത്തുള്ള എൻ്റെ രഞ്ജേഷിൻ്റെ വീട്ടുകാർ അവരുടെ സകല ബാക്കിങ്ങും ഉണ്ട്. കാരണം ഒരു 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 ചില ഒത്തിരി ഫങ്ഷൻസും ഒത്തിരി ഫാമിലി മൊമെൻറ്റ്സും ഒക്കെ എനിക്ക് മിസ്സായി ഞാനിതിനോട്ട് ഇറങ്ങി തിരിച്ചാണ്. ഈ ഒരു ഒറ്റപ്പാട്ട് വല്ല ഒത്തിരി ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക് ഷൂട്ടിങ് ഇറ്റ് ആൻഡ് യുനോ ട്രൈങ് ടു മാർക്കറ്റ് ഇറ്റ് കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്രേക്ഷകരിൽ എത്തിക്കാനായിട്ടുള്ളൊരു സ്ട്രഗിളും ഞാൻ ഒത്തിരി അനുഭവിച്ചു. അതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ ഒത്തിരി എൻ്റെ സുഹൃത്തുക്കളുടെ കല്യാണം, ബർത്ത്ഡേസ് ഐവ് മിസ്ഡ്, എൻ്റെ കുടുംബക്കാരുടെയൊക്കെ ഒത്തിരി പരിപാടി. പക്ഷേ ഒരു എന്നാ പറയുന്ന ഒരു ഗ്രിന്നോ ഒരു ഫ്രൗണിങ്ങോ ഇല്ലാതെ എൻ്റെ ഫാമിലി എന്നെ ചിരിച്ചുകൊണ്ട് ദാറ്റ്സ് ഓക്കെ, അതൊക്കെ സംഭവിക്കും, യു ഡു ഇറ്റ് യുനോ. അങ്ങനെ ഞാനിപ്പോൾ പിന്നീട് മുമ്പിൽ ഇങ്ങനെ ഈ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ അധ്വാനമായി ഈ ഒരു വെഞ്ചർ എന്ന് പറയുന്നത്. ഐ എം ഹിയർ ബിക്കോസ് ഓഫ് ദം. അന്ന് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ധൂമിൽ അതിഥിയായിട്ട് വന്നത്. താങ്ക് യു സോ മച്ച്. ഐ എം ഈക്വലി ഓണർഡ് ആൻഡ് ഹാപ്പി. അതുപോലെ ഹണിബീയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ ഗാനങ്ങൾ കുട്ടി പുറത്തു വരുന്നതിനോട് ദൈവം അനുവദിക്കട്ടെ അതിനായിട്ട്. താങ്ക് യു സോ മച്ച് മിനി.